ലോകത്തെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം അനുനിമിഷം അത് രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കാരണം ആദ്യം ഇസ്രായേലിൻ്റെ ആക്രമണം വരുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണം അത് ഇറാനെ തകർത്തത് ചെറിയ രീതിയിലല്ല. കാരണം ഇറാൻ്റെ കീ പോയിന്റ്സ് ഇരിക്കുന്ന വളരെ സുപ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന രണ്ടുപേരുടെ ജീവനാണ് ഇന്നലെ ഇസ്രയേൽ കവർന്നത്. അതിന് ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അങ്ങനെ ഓരോ നിമിഷവും ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കുന്നു എന്ന് വിവരങ്ങൾ വരുന്നു. ഇപ്പോൾ ഇസ്രായേലും തിരികെ ആക്രമണം തുടങ്ങിയെന്നറിയുന്നു. അങ്ങനെ ഈ രണ്ടു രാജ്യങ്ങളും മുഖാമുഖം നിൽക്കുന്ന ഒരു സമയത്തോടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോകം പ്രത്യേകിച്ച് പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധമുഖത്തേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് ഇറാൻ കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. ടെൽ-അവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടത്തിയതാണ് റിപ്പോർട്ട്. ടെൽ-അവീവിലേക്ക് 100ഓളം മിസൈലുകൾ വർഷിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണം. യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് ഇറാനിയൻ റിപ്പോർട്ട് ഇസ്രായേൽ തള്ളിയിട്ടുണ്ട്. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിലും സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് പരിശോധിക്കാം എന്താണ് നിലവിലെ സാഹചര്യമെന്ന്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഗസ്റ്റ് സെബാസ്റ്റ്യനും ഒപ്പം ഗൗതം ആമ്രകുഞ്ചവും ചേരുന്നുണ്ട്. ആദ്യം അഗസ്റ്റ് സെബാസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സെബാനെ, ഗുഡ് മോർണിംഗ്. ഈ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഇറാന്റെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി ഇസ്രായേലും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇസ്രായേലിൽ ഇറാൻ വരുത്തിയിരിക്കുന്ന ഈ ആക്രമണം അത് ചെറുതല്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇസ്രായേൽ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് ആ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? സേതു, ഏറ്റവും പുതിയ വിവരം പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ ഇസ്രായേൽ ഇറാനിൽ നടക്കുന്ന വ്യോമാക്രമണം വീണ്ടും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ഫഹാൻ, അതായത് മധ്യ ഇറാനിലെ ഇസ്ഫഹാനിൽ അവിടെ ഒരു ആണവ കേന്ദ്രമുണ്ട് ഇറാന്. അവിടേക്ക് വ്യോമാക്രമണം നടക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ശ്രദ്ധേയമായ കാര്യം, സാധാരണ 2 ദിവസവുമായി നടക്കുന്ന ആക്രമണങ്ങളൊക്കെ തന്നെയും രാത്രിയിലാണ് അല്ലെങ്കിൽ പുലർച്ചെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഈ ആക്രമണം പകലും നടക്കുന്നു എന്നത് ഏതാണ്ട് പുലർച്ചെ തന്നെ നേരം വെളുക്കുന്ന സമയത്തും ഈ ആക്രമണം തുടരുന്നുണ്ട് എങ്കിൽ ഈ സംഘർഷം ഒരു യുദ്ധത്തിന്റെ സാധ്യതയിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണം നമുക്ക് ആ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇസ്രായേൽ വീണ്ടും ടെഹ്റാനിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയും ആക്രമണം നടത്തുന്നു. വിമാനത്താവളം, ഇറാന്റെ വിമാനത്താവളങ്ങൾ ആക്രമിക്കുന്നു. ഇറാന്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന അവർ ഏറ്റവും അതീവ രഹസ്യമായി നടത്തുന്ന യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന ഒരു ആണവ കേന്ദ്രം, അത് ഭൂമിക്കടിയിൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മേഖലയായ ഫോർഡോയിലുള്ള ആണവ കേന്ദ്രം ഇന്നലെ അവിടെ സ്ഫോടനമുണ്ടായി. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വേണം കരുതാൻ. അതിന്റെ പിന്നാലെയാണ് 100ൽ കുറയാത്ത മിസൈലുകൾ ഇസ്രയേലിലേക്ക് ഇറാൻ തൊടുക്കുന്നത്. അതായത് ടെൽ-അവീവിൽ 7 മിസൈലുകൾ പതിച്ചു വന്നതായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായും അതിൽ 5ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ആ റിപ്പോർട്ടുകളൊക്കെ തന്നെയും ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് വരികയും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, ടെൽ-അവീവിൽ ഒരു ഇസ്രയേലി സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രയേലി മാധ്യമങ്ങളിൽ തന്നെ സ്ഥിരീകരിച്ചു. അതേസമയം ഇത് നമുക്കറിയാം, ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിലാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നടത്തിയതെങ്കിൽ മറുപടി എന്നോണം ഇപ്പോൾ അവർ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ അലി ഇബ്ൻ താലിബ് എന്ന പേര് കോഡ് നെയിമുള്ള ദൗത്യമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് 100ഓളം മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയക്കുന്നു. അത് ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രയേലിന്റെ യുദ്ധകാര്യ മന്ത്രാലയത്തിനടുത്ത് അല്ലെങ്കിൽ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ശരി സെബാനെ, ഇപ്പോൾ നിലവിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ വിശദമായി എത്തിക്കുകയായിരുന്നു അഗസ്റ്റ് സെബാസ്റ്റ്യൻ. ഞാൻ ഗൗതത്തിലേക്ക് കൂടി പോവുകയാണ്. ഗൗതം, ഈ പറഞ്ഞതുപോലെ അവിടെ കടുത്ത ആക്രമണം നടക്കുന്നു. ഇറാന്റെ അല്ലെങ്കിൽ ഇറാനിൽ നിന്നൊരു ആണവ ഭീഷണി ഇനിയുണ്ടാകരുത്, ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നൊരു ചർച്ച അവിടെ നിന്ന് ഉയരരുത്, ആ രീതിയിൽ അവരെ ഏത് രീതിയിലും തകർക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ആക്രമണം നടക്കുന്നു. അതിന് പിന്നാലെ ഇറാന്റെ ഈ തന്ത്രപ്രധാനമായ സ്ഥാനത്തിരിക്കുന്ന അവരുടെ ശാസ്ത്രജ്ഞരെ, അവരുടെ സൈനിക മേധാവിയൊക്കെ തന്നെ ഇസ്രയേൽ വകവരുത്തുകയും ചെയ്തു. ഒരു
പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ. ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഇറാന്റെ പ്രത്യാക്രമണം വരുന്നു. ഈ നിലവിലെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്തു. ഇനി ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവരുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് രാജ്യങ്ങൾ എങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്, പ്രതികരണങ്ങൾ എങ്ങനെയാണ്, ഏത് രീതിയിലേക്ക് ഈ യുദ്ധം പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ ഈ ആക്രമണവും പ്രത്യാക്രമണവും ഒരു യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നതിനപ്പുറത്തേക്ക് അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴും പ്രതീക്ഷ ബാക്കി വയ്ക്കുന്ന ഒരു കാര്യം. സബാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ ആക്രമണങ്ങൾ പുലർച്ചയിലേക്ക്, അതായത് പകൽ വെളിച്ചത്തിലേക്കും ആക്രമണങ്ങൾ എത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിവിശേഷത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നിലവിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രതികരണമായി പുറത്തു വന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നത് അമേരിക്കയുടെ പ്രതികരണമാണ്. നിലവിൽ ട്രംപ് ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ്, ഇസ്രായേലിനെ പ്രതിരോധ കവചം തീർക്കുന്ന തരത്തിലാണ് ആദ്യത്തെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ തരത്തിലുള്ള ചേരിതിരിവിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ട്രംപ് നടത്തിയ പ്രതികരണത്തിൽ ഇസ്രായേലിന് അത്തരത്തിലൊരു ആണവ ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിലയിൽ തന്നെയാണ് പ്രതികരണമുണ്ടായത്. ആ പ്രതികരണത്തിന് ചുവട് പിടിച്ചാണ് പിന്നീട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രതികരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത് ആന്റോണിയോ ഗുട്ടറസിൻ്റെതാണ്. UN ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെടുന്നത് നിലവിലുണ്ടായിട്ടുള്ള ആക്രമണവും പ്രത്യാക്രമണവും ഇതോടുകൂടി അവസാനിപ്പിക്കപ്പെടണം. ലോകം മറ്റൊരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു യുദ്ധത്തെ കാക്ഷിക്കുന്നില്ല, അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഇതോടുകൂടി ഇത് അവസാനിക്കുകയും ഒരു തുറന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും വേണമെന്നാണ്. എന്നാൽ നേരത്തെ സെബൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ടെഹ്റാനിലെ യുറേനിയം സമ്പുഷ്ടീകരണമായ പ്രദേശത്തുണ്ടായ ആക്രമണം, ഒപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഈ ന്യൂക്ലിയർ എക്സ്പെരിമെൻറ്റുകൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനെ വകവരുത്തുന്ന സാഹചര്യം, ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്രഷിംഗ് തിരിച്ചടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ആ ആക്രമണം തുറന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യവുമുണ്ട്. നിലവിൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടുന്നത്, പ്രത്യേകിച്ച് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തെ ഗൗരവതരമായി നിരീക്ഷിക്കുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തെ, പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ സംഘർഷം ഒരു യുദ്ധമായി പോകുന്നത് ആരും ആഗ്രഹിക്കുന്നില്ല എന്ന നിലയിൽ തന്നെയാണ് നിലവിലെ പ്രതികരണങ്ങളുള്ളത്. പക്ഷേ ഇസ്രായേലിനെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു പ്രതിരോധ കവചമായി അമേരിക്ക രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ മറ്റ് കക്ഷികൾ കൂടി, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ഇതൊരു ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇറാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അമേരിക്ക എടുത്തിട്ടുള്ള നിലപാട് തള്ളിക്കളഞ്ഞതാണ്. ടെഹ്റാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ട്രംപ് തന്നെ നേരത്തെ ഇറാനുമായി സംസാരിക്കുകയും ഫോണിലൂടെയൊക്കെ ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാനിയൻ പരമോന്നതകാരി ഈ ആവശ്യം തള്ളിക്കളയുകയും ഇറാൻ ഇറേണ്ടതായ വഴികളുണ്ട് എന്നും ആ രീതിയിൽ തന്നെയാകും മുന്നോട്ട് പോകുക എന്നും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഇടപെടലുകൾ, പ്രത്യേകിച്ച് ആണവ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ, പലസ്തീനിൽ നടക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അതൊക്കെ തന്നെ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗപ്രവേശനം ചെയ്യുകയാണ് ചെയ്തത്. അതായത് നിലവിൽ അമേരിക്ക ഇസ്രായേലിനെ അനുകൂലിച്ച് ഉള്ള നിലപാടിലാണ് നിലവിൽ രംഗത്തുള്ളത്. അതേസമയം UN ജനറൽ സെക്രട്ടറി ആവശ്യപ്പെടുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ്. അറബ് രാജ്യങ്ങൾ ഇത് നിരീക്ഷിച്ചു വരുന്നു. റഷ്യ ഇത് നിരീക്ഷണത്തിൽ ഈ നിലവിലുണ്ടായിട്ടുള്ള ആക്രമണവും തിരിച്ചടിയും നിരീക്ഷിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതൊരു ചേരിതിരിവിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ നേരത്തെ അഗസ്റ്റ് അബ്ബാസിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്താൻ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾ കൂടി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ എത്തിച്ചേരും. എന്നാൽ യുദ്ധം നൽകുന്നത് കെടുതി മാത്രമാണ് എന്നുള്ള നമ്മുടെ പൂർവ്വകാല ചരിത്രവും അതിൻ്റെ അനുഭവവും നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിലേക്ക് നിലവിൽ കടക്കാൻ ഒരു രാഷ്ട്രവും താല്പര്യപ്പെടുന്നില്ല. ഉണ്ടായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ അത് തിരിച്ചടി എന്ന നിലയിൽ തന്നെ, ടിറ്റ് ഫോർ ടാറ്റ് എന്ന നിലയിൽ തന്നെ അവസാനിക്കുന്നതാണ് ലോകത്തിന് നല്ലത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെ നടത്തുന്ന ഇടപെടലുകളും ഇരു രാജ്യങ്ങളോടും സമാധാനം കാക്ഷിക്കുന്നതിന് വേണ്ടി ഈ വിഷയങ്ങൾ പ്രതികരണങ്ങൾക്കും അപ്പുറം ഇപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിടുന്ന റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് ഈ തുടക്കത്തിൽ ഈ ഇസ്രായേൽ ഇറാനിലേക്ക്
ആക്രമണം നടത്തുന്നു. അതിനുശേഷം ഇറാന്റെ ഭാഗത്ത് നിന്നും ഇസ്രായേലിലേക്കുള്ള കുറച്ച് പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സ്ഥിതി മാറി പാർപ്പിട സമുച്ചയങ്ങളെയും ജനവാസ മേഖലകളിലേക്കുമൊക്കെ ഈ മിസൈലുകളൊക്കെ പതിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു തീവ്രത മാറില്ലേ? സൂചിപ്പിച്ചൊന്ന്, അതായത് നിലവിൽ നമ്മുടെ മുന്നിലുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നേരത്തെ സെബാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മരണം ഉൾപ്പെടെയുള്ള കാഷ്വാലിറ്റിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം വ്യക്തമായിരുന്നു ഇറാൻ നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണം ടെല്ലവീവിലേക്ക് 100-ൽ കുറയാത്ത മിസൈലുകളാണ് അയച്ചിരിക്കുന്നത്. ടെല്ലവീവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഹൃദയ കേന്ദ്രമാണ്. അവിടെ ജനവാസ മേഖലയാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ കൃത്യതയാർന്ന ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല നമ്മൾ കണ്ടത്. അത് വലിയ തരത്തിലുള്ളൊരു തിരിച്ചടി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തിയിട്ടുള്ള ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അപ്പോൾ അതിന്റെ കാഷ്വാലിറ്റി സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. മറുവശത്ത് സമാനമായ രീതിയിൽ ശരി ഗൗതം, അങ്ങനെ വീണ്ടും ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് ലോകത്തെ ഭീഷണിയിലേക്ക് ആക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യ, മധ്യ പൂർവേഷ്യ ഒക്കെ ഇതിൽ വലിയ ആശങ്കയിലാണ്. ഈ യുദ്ധം അത് ഏറെക്കുറെ ഇപ്പോൾ നമുക്കൊരു സൈനിക നടപടിയെന്ന് പറയാൻ കഴിയില്ല. അത് അതിൻ്റെയൊക്കെ ഒരു ലെവൽ മാറി അത് ഏറെക്കുറെയൊക്കെ ഒരു യുദ്ധ സമാന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ലോക നേതാക്കളൊക്കെ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയൻ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണമൊക്കെയാണ്. യുദ്ധം നിർത്താൻ രണ്ടുപേരും തയ്യാറാക്കണമെന്ന ട്രംപിൻ്റെ പ്രതികരണം. പക്ഷേ ട്രംപ് നോട്ടമിട്ടിരുന്നവരെയൊക്കെയാണ് ഇസ്രായേൽ വകവരുത്തിയത് എന്നുള്ളത് മറ്റൊരു വശത്ത് നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ലോകത്തെ ഭീതിയിലാക്കി വീണ്ടും ആ യുദ്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഗൗതവും ഒപ്പം അഗസ്റ്റ് സെബാസ്റ്റ്യനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.